ഹായ്. സംസാരിക്കാൻ ആം, പറയാവുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇങ്ങനെ പറയണം, ഇത് പറയണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റണില്ല. ശരി, ഹായ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ ഒരു മൂന്നാമത്തെ വ്ളോഗാണ് തോന്നുന്നു. ഒരു മിനി വ്ളോഗൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അത് ഷോർട്സിലുണ്ട്. പക്ഷെ ഒരു ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നത് മൂന്നാമത്തേതോ നാലാമത്തേതോ തോന്നുന്നു, കുറവാണ്. അപ്പം ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ഞാൻ ആറ്റുകാൽ പൊങ്കാല അതിന്റെ ഒരു വ്ളോഗ് വീഡിയോ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇന്ന് അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തെ അവിടുത്തെ കാര്യങ്ങളും പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. എന്തായാലും ഞാൻ അവിടെ വരെ പോകുന്നുണ്ട്. കഴിഞ്ഞ ഉത്സവം തുടങ്ങിയ സമയത്തും പോയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു ചെറിയൊരു മിനി വ്ളോഗ് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. വലിയ വീഡിയോ എടുത്തില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഞാൻ പൊങ്കാലയ്ക്ക് ഒരു വട്ടം മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. ഒരേ ഒരു വട്ടമാണ് ലൈഫിൽ പോയിട്ടുള്ളത്. പിന്നെ കുഞ്ഞിലെന്നേ പോയിട്ടുണ്ട് അമ്മയുടെ കൂടെ. പിന്നെ കൊറോണ കഴിഞ്ഞ സമയത്ത് പൊങ്കാല ഉണ്ടായിരുന്നു. ആ സമയത്തും അമ്മയുടെ കൂടെ പോയായിരുന്നു. അന്ന് വ്ളോഗ് ഒന്നും അതിനുള്ള ഒരു ഇതൊന്നും സ്റ്റാർട്ട് ചെയ്ത് അന്ന് യൂട്യൂബ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഞാൻ കുറെ നാളെ പോയിട്ട് ഈ പ്രാവശ്യം അമ്മയുടെ കൂടെ പൊങ്കാലയ്ക്ക് ഞാൻ പോകുന്നുണ്ട് ആറ്റുകാല്. അപ്പം അത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നാളെ പൊങ്കാല ഇടാൻ പോകുന്ന ഒരു പൊങ്കാല വ്ളോഗായിട്ട് തുടങ്ങാം എന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ ഞാൻ വിചാരിച്ചു അതെല്ലാരും ഇടുന്നതല്ലേ, അതുപോലെ തന്നെ അത് എല്ലാരും ഇടുന്നതാണ്, ന്യൂസിലൊക്കെ വരുന്നതാണ്. പക്ഷെ തലേ ദിവസത്തും കൂടെ ചേർത്ത് ഒരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. അപ്പം തലേ ദിവസത്തെ ഒരു വ്ളോഗും പിറ്റേ ദിവസത്തെ വ്ളോഗുമാണ്. എല്ലാ വർഷവും ഞാൻ പോകുന്നത് തന്നെയാണ്. പറ്റുന്നതൊക്കെ ഞാൻ പോകുന്നത് തന്നെയാണ്. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പോകും. അപ്പം പൊങ്കാലയുടെ തലേദിവസം മണക്കാട്, അട്ടക്കുളങ്ങര ആ ഒരു ഭാഗമൊക്കെ ഒരുപാട് കാണാനും ഒക്കെ ഉണ്ട്. എല്ലാരും പോകുന്നത് തന്നെയാണ്. പൊങ്കാലയുടെ തലേദിവസം എല്ലാരും ഒന്ന് കറങ്ങാറുണ്ട്. പക്ഷെ അന്ന് തൊഴാൻ പറ്റില്ല. കാരണം ഭയങ്കര തിരക്കായിരിക്കും. കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ തൊഴാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും എക്സ്പെക്ടേ ചെയ്യരുത്. പ്രത്യേകിച്ച് നാളെ പൊങ്കാലയായിട്ട് ഇന്ന്. അപ്പൊ അതുകൊണ്ട് തൊഴാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവിടേക്ക് ഒന്ന് കറങ്ങി ചുറ്റി ആണ് എല്ലാ വർഷവും ഞാൻ ഇങ്ങനെ പോകുന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ പോയി. ഇന്ന് പൊങ്കാലയുടെ തലേ ദിവസം അവിടെ നടക്കുന്നത് ചെറിയ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ കുറച്ച് വീഡിയോ ഞാൻ എടുക്കും. നാളെയാണ് മെയിൻ സംഭവം വരുന്നത്. നാളെയാണ് പൊങ്കാല, നാളെയാണ് മെയിൻ. പക്ഷെ ഞാൻ തലേ ദിവസത്തെയും കൂടെ അവിടേക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് വരും. സ്ഥലം പിടിച്ചു വെച്ചേക്കുന്നത് അതൊക്കെ നാളത്തെ വീഡിയോയില് പറയാല്ലേ, ചുമ്മാ വെറുതെ. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ ഇറങ്ങാൻ ലേറ്റായി. കൂട്ടാൻ്റെ കൂടെ പോണത്. അപ്പൊ പോവാം. അപ്പം എന്തായാലും ഞാൻ ഇവിടെ വെച്ച വീഡിയോ കട്ടാവുകയാണ്. കൂട്ടാൻ്റെ കൂടെയാണ് പോണത്. പക്ഷെ ആദ്യ സ്ഥലം വരെ ഞാൻ ബൈക്കിൽ പോകും. അത് കഴിഞ്ഞ് ഫ്രണ്ടിന്റെ ബൈക്കിലാണ് പോണത്. പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം നടന്നേ അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല. അങ്ങോട്ട് ഫുള്ള് നടന്ന് തന്നെ പോകണം. അങ്ങോട്ട് വണ്ടി കയറ്റി വിടത്തേ ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഫ്രണ്ടിന്റെ വീട് വരെ പോകുന്നത് ബൈക്കിലാണ് പോകുന്നത്. പിന്നെ വണ്ടി ക്യാമറയിലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇനി അവിടെ വെച്ച് കാണാം. ഞാനങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് വന്നു. ഇത് വഞ്ചൂർ കോടതിയുടെ അവിടെയാണ്. ഇവിടെ ഗാനമേളയും അതുപോലെ തന്നെ ലൈറ്റും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. ഇപ്പം ഈ കാണുന്ന പോലെയല്ല ഇനി രാവിലെ. ഇവിടെ ഫുള്ളും അടുപ്പും പൊങ്കാലയും ഒക്കെ ആയിരിക്കും. പിന്നെ വണ്ടികളൊന്നും അധികം പോയില്ല. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അമ്പലത്തിലോട്ട് പോവാണ്. വണ്ടി പാതിയിലേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി അങ്ങോട്ട് നടന്നു വേണം പോവാൻ. ശ്രീകണ്ഠേശ്വരത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ശ്രീകണ്ഠേശ്വരം ഇവിടെ നിന്ന് അട്ടക്കുളങ്ങരയിലോട്ട് പോയാൽ എളുപ്പമായിരിക്കും. അപ്പം അങ്ങനെ പോവാണ്. ബ്ലോക്കിലൊന്നും പെടാണ്ട് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുവഴി പോകുന്നത്. ചുറ്റും അടുപ്പും കലങ്ങളൊക്കെ റെഡിയായി ഇപ്പോഴേ സ്ഥലം പിടിച്ചു വെച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും ഇപ്പോഴും അന്നദാനമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പരിപാടികൾ, സിനിമ
കുറച്ചു കാലം മുന്നേ വരെ ഈ രാത്രി സമയങ്ങളിലൊക്കെ സിനിമകളായിരുന്നു എല്ലാവർക്കും സമയം പോകാനായിട്ട്. സിനിമ, നാടകം, പിന്നെ ഗാനമേള, അങ്ങനെയൊക്കെ. ഇപ്പോഴും സിനിമകളൊക്കെ കുറഞ്ഞു, പക്ഷേ പരിപാടി, ഗാനമേള, നാടകമൊന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ നാടകവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും ഗാനമേളയും അതുപോലെ തന്നെ മിമിക്സ് പരിപാടികൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ഇന്ന് ഈ ഫുള്ള് കറങ്ങിയതിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമാണ് സിനിമ ഇട്ടുന്നത്, അതും കാന്താര സിനിമ. ഇപ്പം ഈ കാണുന്ന റോഡ് ഇനി അങ്ങോട്ട് കുറച്ച് പാടാണ് പോവാൻ. അപ്പോൾ ഇതിനടുത്ത് തന്നെ വണ്ടി വെച്ചിട്ട് അങ്ങ് നടന്നു പോവാണ്. എല്ലായിടത്തും കലങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയായി. എത്രയോ ദൂരത്തു നിന്നാണ് ആൾക്കാർ വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, ലൈഫിൽ എപ്പോഴെങ്കിലും, തിരുവനന്തപുരത്ത് അല്ലാത്ത ആൾക്കാർ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വന്ന് ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിഞ്ഞിട്ട് പോകുന്നത്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു വട്ടം പൊങ്കാല ഇടണം. അതൊരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മളിവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. എത്രയോ പേര് ദൂരത്ത് വന്ന് ഇപ്പോഴും പൊങ്കാല ഇടുന്നുണ്ട്. ഞാൻ പറയുന്നത്, പൊങ്കാല ഇടാത്ത ആൾക്കാർ വന്ന് ലൈഫിൽ ഒരു വട്ടമെങ്കിലും പൊങ്കാല ഇട്ട് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയാണ്. മോഹൻലാൽ പറഞ്ഞതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തെ സ്വകാര്യ അഹങ്കാരമാണ് ആറ്റുകാൽ പൊങ്കാല. അത് ശരിയാണ്. അത് നമുക്കറിയാം, നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ്, നമ്മളിത് കുഞ്ഞിലിന്നേ കണ്ടു വളർന്നതും ഫീലായതും ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇത് ക്ഷേത്രത്തിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഇവിടെയൊന്നും വണ്ടികളൊന്നും വിടില്ല. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ചിലവന്മാർ വണ്ടി കൊണ്ടുവരും. ബൈക്ക്, സ്കൂട്ടർ, അതുപോലെ തന്നെ ഓട്ടോ ഒക്കെ കൊണ്ടുവരാറുണ്ട്. അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നറിയാമോ? കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഇടയിലൊരു ടൂറ് ബസ് പെട്ടായിരുന്നു. അയ്യോ, ഞാൻ വിചാരിച്ച് ഞാൻ ശ്വാസം പൊട്ടി ചത്തു പോകുന്നു. കാരണം അത്ര ഞെരുക്കെന്ന് വെച്ചാൽ അത്ര ഞെരുക്കായിരുന്നു. പിന്നെ ഭാഗ്യം കൊണ്ട് പതുക്കെ ആണെങ്കിൽ നീങ്ങി ഏകദേശം 1 മണിക്കൂർ കൂടുതൽ തന്നെ ഇതിൻ്റെ ഈ ഒരു ജനങ്ങളുടെ ഇടയിൽ പെട്ട് കിടന്നിട്ടുണ്ട്. ഈ കാണുന്ന ജനങ്ങളെല്ലാം സ്റ്റക്കായിരുന്നു. അങ്ങോട്ടും മുകളിൽ ഇങ്ങോട്ടും മുകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാണ്. ഒരുപാട് കച്ചവടങ്ങൾ, എന്തെല്ലാം സാധനങ്ങൾ വാങ്ങാൻ പറ്റും. കൂടുതലും സ്ത്രീകൾക്കാണ് കൂടുതലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നത്. നമുക്കങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ബൺമസ്ക വരെ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഇപ്പം അത് ട്രെൻഡിങ് ആയിരുന്നല്ലോ. അങ്ങനെ ഈ ലൈറ്റും തിരക്കും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോവാണ്. അമ്പലത്തിൽ എന്തായാലും തൊഴാൻ പറ്റില്ല. ഈ ഒരു തിരക്കാണെങ്കിൽ എന്തായാലും തൊഴാൻ പറ്റില്ല. കൂടുതലും ലേഡീസിനായിരിക്കും കുറച്ചും കൂടെ അവർക്ക് കയറാൻ പറ്റുന്നത് അമ്പലത്തിലോട്ടൊക്കെ. പിന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുന്നതിൽ എന്താ ഫീൽ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയില്ലെങ്കിൽ അയ്യോ പോയില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് അടിക്കും. ഭയങ്കര ഒരു മനസ്സിലൊരു പ്രയാസമാണ്. പക്ഷെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണുക, ഇവിടെയൊക്കെ ഒന്ന് പോവുക, ഇതൊക്കെ ഒരു ഫീൽ തന്നെയാണ്. വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ ഉത്സവം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ആറ്റുകാലിലുള്ള തിരക്കും ആ ഒരു ഫീലിംഗൊക്കെ വേറെയാണ്. ഈ വഴി വേണം നമ്മൾ ആറ്റുകാൽ അമ്പലത്തോട്ട് പോകുന്ന വഴി. ഇവിടെ നിന്നാണ് കുറച്ചും കൂടെ തിരക്ക് കൂടുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 വരിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു തിരക്ക് കാരണം. ഇതാണ് അയ്യപ്പ ക്ഷേത്രം. ഇവിടെയും ഇതിനകത്ത് ഒരുപാട് പേര് പൊങ്കാല ഇടുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഓരോ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഈ ഒരു വീഡിയോയിലോ ഒന്നും പറ്റില്ല. കാരണം തിരുവനന്തപുരത്തിൻ്റെ 3/4 ഭാഗവും ഇതേപോലെ ലൈറ്റും പരിപാടിയൊക്കെയാണ്. അതങ്ങനെ പറയാനൊന്നും കാണിച്ചാലൊന്നും തീരില്ല. തിരുവനന്തപുരത്തെ 3/4 ഭാഗങ്ങളും ആറ്റുകാൽ പൊങ്കാലയുടെ ആഘോഷം തന്നെയാണ്. അത് ഈ ആറ്റുകാൽ പരിസരം മാത്രമല്ല, തിരുവനന്തപുരം 3/4 ഭാഗവും ആഘോഷം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ. ഇതാണ് വിളക്ക് വേട്ട. ഇതൊരു നേർച്ചയാണ്. ഒരുപാട് നേർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊരു ഉത്സവം തുടങ്ങുന്ന പോലെ അവസാനിക്കുന്നത് വരെ ഇതിങ്ങനെ ഓരോരോ വിളക്ക് വേട്ട ഓരോ രൂപത്തിലും ഓരോ കളറിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചെണ്ടമേളവും ഇതുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, അവിടെ ക്ലോസ്ഡ് ആണ്. കുറച്ച് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷെ അവിടെ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് കയറാൻ പറ്റില്ല. ആ ഗേറ്റ് വരെ പറ്റുള്ളൂ. ഈ ജനം കൂട്ടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതത്രയും ഈ ഇതെല്ലാം ക്യൂ ആണ്. ഈ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് പോലും അറിയണം, അത്രയ്ക്ക് ക്യൂ ആണ്. ഇതെല്ലാം തൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ്. ഇതൊക്കെ എപ്പോൾ തീരുമോയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എന്തായാലും എനിക്കിതറിയാം അകത്ത് കയറാനൊന്നും പറ്റില്ല എന്ന്. പക്ഷേ ഇവിടെയൊക്കെ ഒന്ന് കാണാനും, നമ്മുടെ നാട്ടിലെ ഉത്സവമല്ലേ, അപ്പോൾ അതിന് വന്നില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു റിഗ്രറ്റ് അടിക്കും പോകാതിരുന്നു കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ്
അവിടെ ഒരു ചെറിയൊരു ന്യൂസ് ചാനൽ കണ്ടത്. അത് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ബിഗ് TV ന്യൂസ് ചാനലാണ്. അങ്ങനെ അത് ഇങ്ങനെ അവർ വിളിക്കുന്നുണ്ടായിരുന്നു, വരൂ സംസാരിക്കാൻ ജസ്റ്റ് ഒന്ന് വരൂ എന്നൊക്കെ. ഞാൻ പോയില്ല. ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്ന പാടെ എനിക്കറിയാം, കാരണം ഇതൊന്നും ശീലമില്ലാത്തതാണ്. അപ്പോൾ നേരിട്ട് എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. ഇവരൊക്കെ നേരത്തെ ഒരു ദിവസം മുന്നേ വന്ന് സ്ഥലം പിടിച്ചവരാണ് ഇവിടെ. അവരിവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. നാളെ പൊങ്കാലിട്ടിന് ശേഷം മാത്രമേ അവർ വീട്ടിൽ പോവുള്ളൂ. ഇന്നിവിടെ തന്നെ ആയിരിക്കും അവർ കിടക്കുന്നത്, ഉറങ്ങുന്നതൊക്കെ. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ പോകാനാണെങ്കിലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഒരുപാട് ദൂരത്തു നിന്ന് വന്നവരാ. അതാണ് ഇവിടെ ഈ ക്ഷേത്ര പരിസരത്തൊക്കെ കൂടുതലും ദൂരെ നിന്ന് വന്നവരാ. അവരൊക്കെ ഒരു ദിവസം മുന്നേ ഒക്കെ വന്ന് ഇവിടെ നിന്ന് സ്ഥലം പിടിച്ചവരാണ്. ഇവിടെ ഈ കറക്റ്റ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു 3 വർഷം മുന്നേ ആദ്യമായിട്ട് ഇവിടെ വന്ന് പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു പൊങ്കാല. അതും അമ്പലത്തിന് നേരെ. ലൈഫിൽ എൻ്റെ അമ്മയാണെങ്കിലും വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നതാണ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ കുഞ്ഞിലെന്നേ ഒരു വട്ടം പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പോയത് ഈ ഒരു 2023 പൊങ്കാല ഇട്ടപ്പോഴാണ്. അതും ദേവിയുടെ കറക്റ്റ് നേരെ ഞാൻ നേരത്തെ നിന്ന ആ സ്ഥലത്ത്. അങ്ങനെ ആ കാര്യം എൻ്റെ ഫ്രണ്ടിനോട് അവിടെ അച്ഛനെ ഞാൻ പറയുകയും ചെയ്തു. അവന് അതുപോലൊരു ഭാഗ്യം പിന്നീട് കിട്ടിയിട്ടില്ല. പിന്നെ അവിടുത്തെ തിരക്ക് കണ്ടു. ഇനി അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ പിന്നെയും അടുത്ത വിളക്ക് കെട്ട് വന്ന് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ തിരിച്ചു പോയപ്പോഴും പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇത് ഈ ഉത്സവം തീരുന്നവരെ ഇങ്ങനെയാണ്. ഇത് പലരുടെയും നേർച്ചയാണ്. എന്തെങ്കിലും എനിക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തിരക്കെല്ലാം ഇങ്ങനെ തിരക്ക് കുറയുന്നൊന്നുമില്ല, കൂടുന്നേ ഉള്ളൂ. അങ്ങനെ പല സ്ഥലത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരുപാട് പേർക്ക് പൊങ്കാല ഇടുന്ന സ്ത്രീകൾക്കൊക്കെ അന്നദാനം, അതുപോലെ തന്നെ ജ്യൂസ്, അങ്ങനെ ഒരുപാട് പേർക്ക് ഇങ്ങനെ പല സംഘടനകളും കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ വെറും കൈയോടെ വന്നാൽ മതി. കാപ്പി, ചോറ്, ജ്യൂസ്, വെള്ളം, ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഇവിടുത്തെ സംഘടനകളും പല കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ തരുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യം പറഞ്ഞാൽ കൂടുതലും ഉള്ളത്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഇത് ബ്ലോക്ക് ഇല്ലാത്തൊരു വഴി നോക്കി അങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ കാണുന്ന പോലെ അല്ല, ഇവിടെയൊക്കെ നാളെ അടുപ്പുകളാണ്. അങ്ങനെ പിന്നെയും മെയിൻ റോഡ് വഴി പോവുകയാണ്. തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു, കാരണം ഇത് ഏകദേശം ഒരു 10 മണി അടുപ്പിച്ചായി. അങ്ങനെ നാളത്തേക്കുള്ള പൂ വാങ്ങാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ വാങ്ങാമെന്ന് അമ്മയോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് പൂ, ഹാരമൊക്കെ വാങ്ങി അങ്ങനെ പോവാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയമുള്ള കടയായതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെ നാളെ പൊങ്കാലിടാൻ അമ്മയുടെ കൂടെ പോവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പോയതാണ്, പിന്നെ പോയിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് 2ാമത്തെ വട്ടമാണ് ഞാൻ പിന്നെ അമ്മയുടെ കൂടെ പൊങ്കാലിടാൻ പോകുന്നത്. ഞാൻ ഇട്ടിട്ടില്ല, അമ്മയാണ് ഇടുന്നത്. ഞാൻ ഹെൽപ്പിനായിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു. 10-10:30 കഴിഞ്ഞു എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ നാളെ ഇനി പൊങ്കാലിടുന്ന വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്.